ഹലോ മച്ചാമാരെ, നൈറ്റ് ഫിഷിംഗ് തുടരുകയാണ്. അപ്പോൾ ഉണ്ടല്ലോ മീൻ അതിൻ്റെ അടിയിൽ ഓർമ്മയില്ലേ വലരെ. ഗൈസ് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. മീൻ പിടിക്കാൻ അങ്ങ് താഴെ ഇറങ്ങിയില്ല. ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചാടി പോകാനൊന്നും എനിക്ക് പറ്റൂല കേട്ടോ ഗൈസ്. അത് അവിടെ ഇരുന്നു എന്ത് പറ്റിയതൊന്നും ഇറങ്ങി. ഇവിടെ മീനിൻ്റെ ചാകരയാണെന്ന് തോന്നുന്നു ഗൈസ്. അയ്യാ, എനിക്കങ്ങ് ഇറങ്ങാനൊന്നും വേണമെങ്കിൽ മീൻ കൊണ്ട് വർത്തിക്ക്. ഇവിടെ എല്ലാം ചറക്കി ഒന്നും വയ്യ. എവിടെ ഗൈസ് ഓ മീനൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് ശക്തമായ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയെല്ലാം ചെറിയ മീനായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പയ്യ കൊണ്ട് വരട്ട് മുകളിൽ. എനിക്കിനിപ്പോൾ ഇറങ്ങാൻ വയ്യ. മഴയും ശക്തമായ മഴയൊക്കെയാണ്. അപ്പോൾ ഇപ്പം ചെറുക്കണാ മീൻ കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ട നമുക്കുള്ള മീനായി. ഹലോ ഗൈസ്, കണ്ടല്ലോ ഇപ്പം കിട്ടിയത് 3 മീനാണ് കിട്ടിയത്. നല്ല സൈസുള്ള മീനാണ്. അപ്പോൾ കണ്ട അതിൻ്റെ സൈസ് കണ്ടല്ല, നല്ല വലിയ മീനാണ് കിട്ടിയിട്ടുള്ളത്. ഹലോ കൂട്ടുകാരെ, വല ഇറങ്ങിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള വലയായിരുന്നു. മീനെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ശകലം കോണിച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ ഗൈസ് മീനുണ്ടെന്ന് ആണ് പറഞ്ഞത്. അതാ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മളും പയ്യെ അങ്ങോട്ട് പോവുകയാണ്. അതെ നമ്മൾ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ ചർക്കലൊക്കെ കഴിഞ്ഞ് എങ്ങനെ ഏത് സമയത്ത് അവിടെ എത്തുമെന്നൊന്നും അറിയില്ല. ഗൈസ് മീനുണ്ട്. ആ മീനിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര വലിയ സൈസ് മീനൊന്നും അല്ല, ഒരു 5-6 കിലോ വരുമെന്നാണ് തോന്നുന്നത് ആ പിടി കണ്ടിട്ട്. അയ്യോ മീനിൻ്റെ എണ്ണം കൂടുതലാണ് കേട്ടോ. അതാ ഒരെണ്ണം ഉണ്ടായിരുന്നു, അതിനെ കയ്യിലെടുത്തുകൊണ്ട് വരെയാണ്. മച്ചാമാരെ, മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള മീൻപിടുത്തമാണ്. അപ്പോൾ ഇന്ന് ചൂണ്ടയ്ക്കാണ്. ചൂണ്ട ഇറങ്ങിയിട്ടുണ്ട്. ചൂണ്ട ഇറങ്ങി വലിക്കുകയാണ്. മനോഹരമായിട്ട് വരുന്നതുണ്ടോ. എത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്, മീൻ പിടിക്കാൻ വന്നപ്പോൾ കണ്ട അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കപ്പലിനെ കാണാൻ. കണ്ടല്ലോ, നല്ല ശക്തമായ തിരയാണ്. അപ്പോൾ കപ്പൽ നിൽപ്പുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത് മീൻ പിടിക്കാൻ. അപ്പോൾ കണ്ട കാഴ്ചയാണ്. ഹലോ ഗൈസ്, അതിശക്തമായ മഴയത്ത് മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊന്നും കണ്ടുവിടാ. വളരെ ശക്തമായ മഴയാണ്. ഈ ശക്തമായ മഴയത്ത് നമ്മൾ കരയിൽ നിന്നും 791 മീറ്റർ ഉള്ളിലാണ്. കടലിനകത്താണ്, കടൽ പാലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കണ്ടല്ലോ, ശക്തമായ മഴയത്ത് മീൻ പിടിക്കാൻ വന്നാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ കാണിച്ചു തരാം. വലിയ മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. വലിയ മീൻ തന്നെ, ഏറ്റ മീൻ അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അറിയില്ല. അപ്പോൾ ഗൈസ് സീ ഏഞ്ചലാണ് കിട്ടിക്കൊണ്ടിരുന്ന. ചാക്ക് ഇല്ലാതിരിക്കുകയാണ്. കണ്ടല്ലോ. അപ്പോൾ വീണ്ടും അടിച്ചിട്ടുണ്ട്. അയ്യോ, മീനില്ല ഗൈസ്, മീനില്ല. ഒരു ഊക്ക് പൊട്ടിപ്പോയിട്ടുണ്ട്. മഴ അതിശക്തമാണ്. ചൂണ്ടയേറിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, വളരെ ആക്ഷൻ കൊടുത്ത് നമ്മൾ സീ ഏഞ്ചലിനെ പിടിക്കേണ്ട തത്രപ്പാടിലാണ്. അപ്പോൾ മറ്റേ സീ ഏഞ്ചൽ എന്നിങ്ങനെയുള്ള മീനിനെ പിടിക്കുന്നതിലേക്കുള്ള ഇതാണ്. അപ്പോൾ മഴ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരക്കൊരു കുറവുമില്ല കേട്ടോ, ശക്തമാണ്. മീൻ അടിച്ചു. അടിച്ചില്ല. അടിച്ചു ഗൈസ്, അടിച്ചു. ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് മീൻ അടിച്ചിട്ടുണ്ട്. അതിശക്തമായ വലിയ മീനാണ് അടിച്ചത്. പാവം, അതിനങ്ങ് വെറുതെ വിട്ടേക്കൂ. അങ്ങ് വെള്ളത്തിൽ അതന്നെ. നൈസ്. ഹലോ മച്ചാമാരെ, നൈറ്റ് ഫിഷിംഗ് തുടരുകയാണ്. അപ്പോൾ ആ ബോട്ടിൻ്റെ പുറത്തൂടെ കയറി പോവുകയാണ്. കണ്ടല്ലോ. അപ്പോൾ അതിമനോഹരമായിട്ട് ബോട്ടിൻ്റെ പുറത്തൂടെ കയറി പോയി വലയെറിയാൻ പോവുകയാണ്. നമ്മളിന്ന് കരിമീൻ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത്. പവനായി ശവമാകുമോ അതോ കരിമീൻ കിട്ടുമോ അറിയില്ല.
ആ വല അടിക്കേണ്ട പുറപ്പാടിലാണ്. വല അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്ത് വള്ളത്തിൻ്റെ പുറത്ത് നിന്നാണ് വല അടിക്കുന്നത്. ഓ, വല അടിച്ചിട്ടുണ്ട്, അതിമനോഹരമായിട്ട് വല അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, മീനുണ്ട്, മീനും കൊണ്ട് വരികയാണ്. കണ്ടല്ലോ, ചാടി 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 വരികയാണ് ബോട്ടിൻ്റെ പുറത്ത് കൂടി. നമുക്ക് മീൻ എന്തൊക്കെ മീൻ കിട്ടിയെന്ന് നോക്കാം. കരിമീനാണ് നമ്മൾ പ്രതീക്ഷിച്ച് പോയത്. അപ്പോൾ കരിമീൻ തന്നെ ആയിരിക്കുമോ കിട്ടിയത്? പൊത്ത പോട്ടാ മീനുമെല്ലാം കിട്ടിയാ? ഓ, എന്ത് മീനാണ് നമ്മൾ പറഞ്ഞത്? അതെ, കരിമീൻ. നമ്മൾ പറഞ്ഞ മീൻ തന്നെ കിട്ടിയിട്ടുണ്ട്. പട്ടപ്പട്ടയ്ക്കണ കരിമീനാണ്. എത്ര എണ്ണം ഉണ്ട് എന്ന് മാത്രം നോക്കണം. ഹലോ, അപ്പോഴത്താ കണ്ടല്ലോ മീൻ. അതിൻ്റെ അടിയിൽ ഒരെണ്ണമില്ലേ വലയില്? ആ, അപ്പോൾ നമുക്ക് ഒരു വലക്ക് കിട്ടിയ കരിമീനാണ്. ആലപ്പുഴയിൽ പിടിക്കുന്ന അടാറ് സൈസ് കരിമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടനാടിൻ്റെ മണ്ണിൽ നിന്നല്ല നമ്മൾ പിടിക്കുന്നത്, തമിഴ്നാടിൻ്റെ മണ്ണിൽ നിന്നാണ് ചെറിയ കരിമീൻ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ പിടിച്ചാൽ റിലീസ് ചെയ്യാം, അതാണ് നല്ലത്. ബക്കറ്റിലോട്ടാണ് റിലീസ് ചെയ്യുന്നത് കേട്ടോ. അല്ല, അതിൽ ഒരു മീനുണ്ടായിരുന്നു എന്ന് പറയണ്ട, അതായിരിക്കണം, അതാണ് ആ മീൻ. അപ്പോൾ ഒരു കരിമീനിനെ കൊണ്ട് പോവുകയാണ്, റിലീസ് ചെയ്യാൻ കരുതിയാണ്. റിലീസ് ചെയ്തിട്ട് അടുത്ത് വല അടിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള നൈറ്റ് വിഷൻ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത വല അടിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുള്ള മീൻപിടുത്തമാണ്. രാത്രിയാണ്. അപ്പോൾ ഫിഷിംഗ് ബോട്ടുകളൊക്കെ നിരത്തിയിട്ടിരിക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ സ്പോട്ടിൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളിവിടെ മീൻ പിടിക്കാൻ എത്തുന്നത്. അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ആദ്യത്തെ വല അടിച്ചപ്പോൾ നിങ്ങൾ കണ്ടു. അപ്പോൾ പക്കയാണ് ഈ വലയിലും. പക്ക മീൻ ഉണ്ട്. എന്ത് മീൻ കിട്ടും എന്ന് നമ്മൾ കഴിഞ്ഞ വലയിൽ നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ കരിമീൻ ടാർഗറ്റ് ചെയ്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ വലയിലും എന്ത് മീൻ കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. വല എവിടെ കയറി പിടിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ചാടി 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 പോവുകയാണ് ബോട്ടുകൾ മാറി മാറി. അപ്പോൾ എന്താ ശരിക്കും അവസ്ഥ എന്ന് നോക്കാം. അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടേണ്ടി വരുമോ? ഗൈസ്, മീനുണ്ട്. പക്ഷെ വല വലിക്കുന്ന രീതി കണ്ടിട്ട് എന്തോ പിടിച്ചു എന്നാണ് തോന്നിയത്. മീനുണ്ട്. ഓ, എന്തോ അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. വല കീറിയിട്ടുണ്ട് വല കീറിയിട്ടുണ്ട്. വല നിറച്ച് മീനായിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷെ വല കീറി. എന്തായാലും വലയിൽ മീൻ എന്തെങ്കിലും കാണുമോ? അതാണ് ഇനി അടുത്ത് നോക്കേണ്ടത്. ആദ്യമേ അവിടെ എവിടെ കല്ലിൽ പിടിച്ചു വല കീറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, വല കീറിയിട്ടുണ്ട്. വലയിൽ മീനുണ്ട്. കരിമീനാണ്. മീനൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കൊണ്ടിട്ട മീൻ അതാ വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ട്. മറ്റേ പൊടിയേ. അപ്പോൾ അതിമനോഹരമായിട്ട് നമുക്ക് 3 കരിമീൻ കിട്ടി. നല്ല സൈസ്. കണ്ണ് കാണാൻ പകല് വന്നടിച്ചെങ്കിലേ അവിടെ എല്ലായിടം ഇറങ്ങിയെടുക്കുക. നല്ല സൈസ്, നല്ല താഴ്ചയുണ്ട്. വല എവിടെ കീറിയത്? വല നല്ല രീതിക്ക് കീറി. പക്കൊക്കെ കീറിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? തൽക്കാലത്തേക്ക് കൂട്ടിക്കെട്ടിയാറ്റ് അടിക്കാം. പക്കം കീറിയല്ല, 2-3 പക്കം കീറിയിട്ടുണ്ട്. വലയും കീറി. 3 പക്ക് വല. അപ്പോൾ ഗൈസ്, വല കീറിയത് കൊണ്ട് വല കെട്ടുകയാണ്. വളരെ നല്ല രീതിക്ക് വല കീറിയിട്ടുണ്ട് ഗൈസ്, നല്ല രീതിക്ക്. അപ്പോൾ വല കെട്ടാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ്. വെറുതെ 2 കണ്ണിയിട്ട് ചുറ്റുക, വെറുതെ ചുറ്റുക, താഴത്തെ നൂലിൽ പിടിക്കുക, ഒരു വലി വലിക്കുക കേട്ടാ. കണ്ണീര് അളവ് നോക്കുക, വെറുതെ പിടിക്കുക. കൈയൊക്കെ കൊണ്ട് മുറി അടിച്ചിരിക്കുക, അതുകൊണ്ട് കാണാൻ ഒരു ചുറ്റു ചുറ്റുക, ഒരു വലി വലിക്കുക. അത്രയുള്ളൂ, സിമ്പിൾ പണിയാണ് ഗൈസ്. വീണ്ടും പണി കിട്ടിയോ? കീറിയ വലയൊക്കെ വളരെ മനോഹരമായിട്ട് കെട്ടിക്കൊണ്ട് പോയതേ ഉള്ളൂ. വീണ്ടും പണി കിട്ടിയെന്നാണ് തോന്നുന്നത്. അവിടെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ഗൈസ്, നോക്കുന്നുണ്ട്. എന്തവസ്ഥയാണെന്ന് അറിയില്ല.
അതെ എവിടെ പിടിച്ചിട്ടുണ്ട് ഗൈസ്, വീണ്ടും വല പിടിച്ചു. അപ്പോൾ ഗൈസ് ചെറിയ മീനുണ്ട്, കരിമീനില്ല, അല്ല ചെറിയ ചെറിയ മീനുണ്ട്. നമ്മൾ റിലീസ് ചെയ്യാറാണ് പതിവ് ഈ മീനിനെ. അപ്പോൾ ഗൈസ് നമുക്കിവിടെ നിന്ന് വല കിട്ടി. നമുക്ക് തന്നെ അടുത്ത് വലയിടാം. ഈ വല എടുത്തങ്ങ് താഴെ, എന്നിട്ട് നാളെ രാവിലെ ഒന്ന് വല എടുക്കാം. അപ്പോൾ എന്തൊക്കെ മീനൊക്കെ കിട്ടുമോ നോക്കാം. അപ്പോൾ അങ്ങനെ വല നോക്കുകയാണ്. നിധി കിട്ടി. എൻ്റെ കിട്ടിയാ? ഇതെന്തിന്? ഗായ്സ് മീൻ പിടിച്ചുകൊണ്ട് വരെയാണ്. കഴിഞ്ഞ 2-3 വരയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല, കാരണം അതിശക്തമായ മഴയായിരുന്നു. അപ്പോൾ നമുക്ക് ചെമ്പല്ലി, പല്ലിക്കോര, ആ ഒരു സാധനം, അങ്ങനെയുള്ള കുറച്ച് അധികം നല്ല വലിയ മീൻ കിട്ടി. പക്ഷേ ഇതിൽ മീൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പം മഴ ഇപ്പോഴും തോർന്നതേ ഉള്ളൂ. വീണ്ടും ഉണ്ടാവല്ലോ, ഒന്നുമില്ല.